ഹായ് നമസ്കാരം, ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയിലുള്ള ചേന മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേന ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ചേനയെല്ലാം ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേന അരിയുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ വേണ്ടി ഇച്ചിരി എണ്ണ പറ്റി കൊടുത്താൽ മതിയാവേ. കയ്യിലെ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പൊടികളോട് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തോട് ചേർത്ത് കൊടുക്കാം. ഈ മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. അതിന് പകരം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചില ചേനയൊക്കെ നന്നായിട്ട് വെന്തു പോകുന്ന ചേനയായിരിക്കും. അന്നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ എല്ലാം ഒന്ന് കുഴഞ്ഞു പോകുന്നതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഒന്ന് ആവി കയറി വരുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പം ഈ പാത്രത്തിൻ്റെ അടിയിലോട്ട് ഈ ചേനയെല്ലാം ഒന്ന് പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ടാവും, കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനേ. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളെ ചേനയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചേന മൂപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം ഇത് മൂത്ത് കിട്ടണോ അത്രയും നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ചേനയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി കേട്ടോ. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ ഞാനിത് സെർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. നമ്മുടെ ചേന മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.